ആദ്യം പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുക, അതിനുശേഷം മറ്റുള്ളതെന്നുള്ള ആ ഒരു പഴയ ഫോർമുലയിൽ തന്നെയാണ് ഇപ്പോൾ സതീശനടക്കമുള്ള ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെന്ന് വെച്ചാൽ ആദ്യം പാർട്ടിയുടെ നിയന്ത്രണം കിട്ടുക, പിന്നെ പാർട്ടിയുടെ തൻ്റെ എതിരാളികളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവരെ ഒതുക്കി നിർത്താൻ ആരാണോ മികച്ച CPM വിരുദ്ധൻ എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കുക. ഇപ്പോൾ സതീശന് കൂടെ നിൽക്കുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം ആൻറ്റി CPM പൊളിറ്റിക്സിൻ്റെ ആളുകൾ അല്ലെങ്കിൽ CPM പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു ഇമേജ് ജനങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം നാച്ചുറലി നമ്മുടെ ഈ കോൺഗ്രസ് അണികളെല്ലാം ഇവരുടെ കൂടെ കൂടും, അല്ലെങ്കിൽ കോൺഗ്രസ് അണികളുടെ പിന്തുണ വ്യാപകമായിട്ട് ലഭിക്കും. അങ്ങനെ ആ ഒരു തന്ത്രത്തെ, ആ ഒരു ഓറിയൻറ്റേഷനിലാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ സേതു പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ മണ്ണൊലിച്ചു പോകുന്ന ഇവരാരും അറിയുന്നില്ല. BJPയുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മധ്യ തെക്കൻ കേരളത്തിൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കോൺഗ്രസിൻ്റെ സാധ്യതകളെ ബാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബാധിച്ചിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിലാണ് അത് വ്യക്തമായിട്ട് ബാധിച്ച്, 2021 ബാധിച്ചു. ഒരു പക്ഷേ BJP വീണ്ടും വിചാരിക്കുകയാണ് 2026 UDF കേരളത്തിൽ അധികാരത്തിലെത്തണമെന്ന് അവർ വിചാരിച്ചാൽ കേരളത്തിൽ UDF അധികാരത്തിലെത്തില്ല.